എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി അർമേനിയയുടെ കുറച്ച് വിവരങ്ങൾ പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നത്. അർമേനിയ ശരിക്കും ഒരു ഏഷ്യൻ കൺട്രിയാണ്. സംസ്കാരവും കാലാവസ്ഥയുമെല്ലാം യൂറോപ്പാണ്, യുറേഷ്യ എന്നും അറിയപ്പെടുന്നു. വളരെ ചെറിയൊരു രാജ്യമാണ്. ടൂറിസമാണ് പ്രധാന വരുമാന മാർഗം. ഇപ്പോൾ അർമേനിയയിൽ ഒരുപാട് ഇന്ത്യക്കാർ പഠനത്തിനും ജോലിക്കായി ഇവിടെ അർമേനിയയിൽ കഴിയുന്നുണ്ട്. ഇനി ഇവിടുത്തെ ജോലി സാധ്യതകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അത്യാവശ്യം ജോലികളൊക്കെ ഇവിടെ ലഭ്യമാണ്. ഫാക്ടറി ജോലികൾ, വെയർഹൌസ് ജോലികൾ, റെസ്റ്റോറന്റ് ജോലികൾ, ഡെലിവറി ജോബ്, ടാക്സി ഡ്രൈവർ ജോബ്, കൺസ്ട്രക്ഷൻ വർക്കുകൾ, വെൽഡർ, പ്ലംബർ, അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ജോലികൾ ഇവിടെ ലഭ്യമാണ്. പക്ഷെ ഒരിക്കലും അർമേനിയയിലേക്ക് വലിയൊരു തുക മുടക്കി എത്തിച്ചേരരുത്. ഏജൻസികളാണ് ഇന്ത്യക്കാരെ കൂടുതൽ ചൂഷണം ചെയ്യുന്നത്. 1 ലക്ഷം വരെ ചിലവ് വരുന്നിടത്ത് 2 മുതൽ 3 ലക്ഷം വരെ പണം വാങ്ങി പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അർമേനിയയ്ക്ക് ജോലിക്കായി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത് ഒരു ടൂറിസ്റ്റ് വിസയാണ്. അത് 21 ദിവസത്തേതാണ് ലഭിക്കുന്നത്. 120 ദിവസത്തെ വിസയുമുണ്ട്. അതിന്റെ കൂടെ ഒരു ട്രാവൽ ഇൻഷുറൻസ്, ഹോട്ടൽ ബുക്കിംഗ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസിറ്റ് വിസയിൽ വരുന്നതുകൊണ്ട് ഒരു റിട്ടേൺ ടിക്കറ്റ് കൂടി ആവശ്യമാണ്. അത് എപ്പോഴും ഡമ്മി ടിക്കറ്റ് ആവാതെ ശ്രദ്ധിക്കുക. PNR ചെക്ക് ചെയ്യാൻ കഴിയുന്ന ഡമ്മി ടിക്കറ്റ് ആയിരിക്കണം. അതിന്റെ കൂടെ മിനിമം ഒരു $100 കയ്യിലും കുറച്ച് പണം അക്കൗണ്ടിലും കരുതുക. ഇത്രയുമാണ് ആവശ്യമായി വരുന്നത്. സ്വന്തമായി വരുന്നവർക്ക് അർമേനിയയിൽ ആരെങ്കിലും പരിചയത്തിലുള്ളത് നല്ലതായിരിക്കും. ജോലിയും താമസ സൗകര്യവും കണ്ടെത്താൻ ആരെങ്കിലും ആവശ്യമായി വരും. അർമേനിയയിൽ എത്തിയതിനു ശേഷം എയർപോർട്ടിൽ നിന്ന് ഒരു സിം കാർഡ് എടുക്കുക. അതിനുശേഷം അർമേനിയയിൽ ഒരു വാലിഡ് സ്റ്റേ ചെയ്യുന്നതിനും ജോലി ചെയ്യുന്നതിനുമായി സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് എടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു ജോലി അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കും. അർമേനിയക്കാർ നല്ല അധ്വാനികളാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ആത്മാർത്ഥമായി ചെയ്താൽ ജോലിയിൽ മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഒരു ജോലി ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് മാറുന്നതിന് നമുക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായി ജോലി ചെയ്യാനും കഷ്ടപ്പെടാനും തയ്യാറായിരിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സഹായങ്ങളോ ആവശ്യമെങ്കിൽ എന്നോട് ചോദിക്കാം.